നമുക്കിന്ന് റിയവാക്ക് മുടി വെട്ടാൻ വേണ്ടി പോയാലോ? ഇന്ന് ഞങ്ങൾക്ക് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലീവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആദ്യത്തെ ജോലി ഇവർക്ക് മുടി വെട്ടിക്കുന്ന ആക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ ചൂടൊക്കെ കൂടി വരികയാണ്. കഴിഞ്ഞ തവണയാണെങ്കിൽ ചൂടിൻ്റെ സമയത്ത് നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടിട്ടോ. കാരണം നമുക്ക് ചൂടൂരൊക്കെ പൊങ്ങി അതിന് ഇടയിൽ പോയി മുടി വെട്ടുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിന് നമ്മൾ മരുന്നൊന്നും കൊടുക്കാണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാൻ പറ്റും. പക്ഷെ അതൊന്നും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം നേരത്തെ മുടി വെട്ടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലീവ് ആയതുകൊണ്ട് ആദ്യത്തെ പരിപാടി ഇവളുടെ മുടി വെട്ടിക്കാനായി. അതിനുശേഷം കുളിയും ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു മുടി വെട്ടിക്കാൻ കൊണ്ടുപോവാണ്. പക്ഷെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടി. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ക്ലിപ്പ് കുത്താനും മുടി കെട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. എന്നിട്ട് ഇങ്ങനെ കണ്ണാടിയിലൊക്കെ പോയി നോക്കി സ്റ്റൈലാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പം സമ്മതിച്ചെന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ വണ്ടിയിൽ കൊണ്ടുപോവാം. അച്ഛൻ്റെ വണ്ടിയിൽ ഒരു ട്രിപ്പ് പോലെയൊക്കെ പോകാമെന്നല്ലേ വിചാരിച്ചു. കാരണം നമുക്ക് വണ്ടിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല, നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ. എന്നാലും അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി മുടി വെട്ടാൻ വേണ്ടി വണ്ടി കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് ഓക്കെ ആക്കി. അച്ഛനും മോളും വണ്ടിയിൽ കയറി ഇരുന്ന്. അപ്പോൾ ഞാനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രണ്ടുപേരുള്ളപ്പോഴേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ ഞാനും ചേട്ടനും അല്ലെങ്കിൽ അച്ഛനോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം കൂടെ. രണ്ടുപേരില്ലെങ്കിൽ ശരിയാവില്ല. കാരണം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് അവൾ ഇടച്ചിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ പിടിക്കാനൊക്കെ വേണം. ഒരു തവണ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയി ഓട്ടോയൊക്കെ വിളിച്ച് ഓട്ടോ ഡ്രൈവറെയും കൂട്ടി കൊണ്ടുപോയിട്ട് അവിടുന്ന് ഭയങ്കര പ്രശ്നങ്ങളാക്കി. അവസാനം ഓട്ടോ ഡ്രൈവർ മുടിയൊക്കെ വെട്ടി കാണിക്കേണ്ടി വന്നു. എന്നിട്ടും അവൾ നിന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇനി ആരെങ്കിലുമൊക്കെ ലീവുള്ള സമയത്ത് മാത്രം, ഒന്നെങ്കിൽ അച്ഛന് ലീവുള്ളപ്പോൾ അച്ഛനും ചേട്ടനും കൂടിയോ അല്ലെങ്കിൽ ഞാൻ ലീവുള്ളപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തായിട്ട് സൺഡേ ലീവ് കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ പോയിട്ടില്ല. ഇവർ രണ്ടുപേരും ഈ ബോബർ ഷോപ്പിൽ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർക്ക് ഈ പരിചയമുള്ളത് കൊണ്ട് അവൾക്ക് അറിയാം. അവിടെ എത്തിയപ്പോൾ തന്നെ മനസ്സിലായി ഇവർ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നല്ലാന്ന് മനസ്സിലായി. അങ്ങനെ മുടി വെട്ടാൻ പോയി. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തു. അങ്ങനെ തീരാനായിരുന്നു. ജസ്റ്റ് എന്തൊക്കെയോ അവരൊക്കെ സംസാരിച്ച് ഇങ്ങനെ ആ ചേട്ടൻ അങ്ങനെ ഇതാക്കുമായിരുന്നു. അത് ഞങ്ങളൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നു. അതിന് ശേഷം ഞങ്ങൾ കയറി അച്ഛനെയും കൂടി ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ മടിയിലാണ് ഇരിക്കുന്നത്. ഒറ്റയ്ക്ക് ഇരിക്കാൻ സമ്മതിച്ചില്ല പുള്ളിക്കാരത്തി. അപ്പോൾ ആ ചേട്ടൻ നേരത്തെ മുടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അവളെ ഒന്ന് കംഫർട്ടാക്കുകയാണ്. വർത്താനൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവളോടൊക്കെ. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ബാർബർ ഷോപ്പ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയതെന്ന് വെച്ചാൽ ഒരു വലിയ സലൂൺ പോലത്തെ ആയിരുന്നു. അവിടെയാണെങ്കിൽ ഭയങ്കര പ്രൊഫഷണലായിരുന്നു. അവർ തെറ്റ് പറയുന്നതല്ല, എന്നാലും ഭയങ്കര പ്രൊഫഷണലായിരുന്നു അവർ. കൊച്ചിനെ ഒറ്റയ്ക്ക് ഇരുത്തണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അവൾക്കൊരു ഭയങ്കര ഡിസ്കംഫേർട്ടായി. അതിന് ശേഷമാണ് അവൾ സമ്മതിക്കാതായത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ നാടൻ സ്റ്റൈലിലുള്ളത്. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ കടകളൊക്കെ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ചേട്ടൻ്റെ അടുത്ത് കത്രിക വെക്കേണ്ട, ട്രിമ്മർ വെച്ച് മുറിച്ചാൽ മതി. കാരണം കത്രിക വെച്ച് അവസാനം സമ്മതിച്ചില്ലെങ്കിൽ ഭയങ്കര പണിയാവും. അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ നോക്കുകയാണ്. കണ്ണാടിയിൽ ഫ്രണ്ടിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നോക്കി കമ്മലൊക്കെ മാറ്റി കൊടുക്കുകയാണ്. കമ്മലെങ്ങാനും പൊട്ടിപ്പോയാലോ എന്ന് വെച്ചിട്ട് കമ്മലൊക്കെ മാറ്റി കൊടുത്ത്. അപ്പം അത് കഴിഞ്ഞ് ഇവർക്ക് മുടി വെട്ടുന്നതിന് കുഴപ്പമില്ല. ഈ മുടി മേത്തൊക്കെ വീഴുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു ഇറിറ്റേഷനായിരുന്നു. പിന്നെ അത് ആ ചേട്ടൻ പൗഡറൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഇടയിൽ വെച്ചിട്ട്. അതൊക്കെ കഴിഞ്ഞ് അവർ രണ്ടുപേരും കുറേ വർത്താനൊക്കെ പറഞ്ഞു. പക്ഷെ ഇവളാണെങ്കിൽ അവരോടൊന്നും പറയുന്നില്ല. എന്തോ ഒരു മൂഡ് ഓഫ് ആയിരുന്നു പുള്ളിക്കാരത്തിക്ക്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്ന് കൊടുത്തു. അപ്പോൾ ഇവരാണെങ്കിൽ സിനിമ കഥ പറയുന്നു. ആ സിനിമ എങ്ങനെയുണ്ട്, ഈ സിനിമ എങ്ങനെയുണ്ട്, എനിക്ക് കാണാൻ പോകണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ. പക്ഷെ ഞാനാണെങ്കിൽ കുറേ നൊസ്റ്റാൾജിയ ഓർക്കുകയായിരുന്നു. കാരണം എന്താ വെച്ചാൽ പണ്ട് എനിക്കും ഈ ചൂടിൻ്റെ പ്രശ്നമുള്ള ആളാണ്. അപ്പൻ്റെ വീട്ടിൽ പൂഴി പ്രദേശമാണ്. അപ്പോൾ ഈ ചൂടുകാലം ആകുമ്പം പൂഴിക്ക് കൂടുതലാകുമ്പോൾ എനിക്കും ചൂടുകുരു പൊങ്ങുന്നത് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ പെട്ടെന്ന് ചൂടുകുരൊക്കെ പൊങ്ങി. അന്നേരമാണ് ഫാനൊന്നും ഇല്ലല്ലോ ഞങ്ങളുടെ വീട്ടിൽ. അന്നേരമൊന്നും കറണ്ടൊന്നും ഇല്ല കേട്ടോ. എനിക്ക് 6ാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെയാണ് കറണ്ടൊക്കെ കിട്ടിയത്. അപ്പോൾ ചൂട്
കാരണം ഞങ്ങൾ ചൂട് കുറയാൻ വേണ്ടിയിട്ട് അമ്മയുടെ വീട്ടിൽ വെക്കേഷൻ സമയത്ത് കൊണ്ടുപോകും കേട്ടോ. അവിടെയാണെങ്കിൽ കുറേ മരങ്ങളും റബ്ബർ തോട്ടമൊക്കെയാണ്. എനിക്കിഷ്ടമാണ് അവിടെയും റബ്ബർ തോട്ടും. നമുക്ക് ഒരുപാട് മാങ്ങയും കശുമാങ്ങയും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ പോവും. അങ്ങനെ പറമ്പിലൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ ഫുൾ ടൈം. അത് കഴിഞ്ഞ് ആദ്യം അമ്മയുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം ചാച്ചൻ്റെ പണി, ചാച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ അച്ഛനാട്ടോ. ചാച്ചൻ്റെ പണി എന്ന് പറഞ്ഞത് എന്നെ മുടി വെട്ടിക്കാൻ കൊണ്ടുപോകാൻ ഇങ്ങനെ ഒരു ബർബർ ഷോപ്പിൽ കൊണ്ടുപോകും കേട്ടോ. അവിടെ ഇങ്ങനെ ഈ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എത്താത്തതുകൊണ്ട് ഒരു പലക ഇട്ടിരുന്ന് അതിൻ്റെ മേലെയാണ് ഇരിക്കുക. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടി വെട്ടിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ചിലപ്പം ഒരു മിഠായി കിട്ടും. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് കുളിച്ച് അവിടുത്തെ വെള്ളത്തിന് തണുപ്പ് ഭയങ്കര നല്ല തണുപ്പ് നാച്ചുറൽ ഒരു വെള്ളം ഉണ്ടാവില്ലേ, അത് കിണറിന്ന് കോരി കുളിക്കുമ്പോൾ എന്ത് സുഖമാണെന്ന് അറിയോ. അതിപ്പോഴും നമുക്ക് ആ ഒരു ഫീല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. അതൊന്നും ഇപ്പം ഇല്ല കേട്ടോ. നമ്മളിപ്പം മോട്ടറും പൈപ്പും വെള്ളമൊക്കെ അപ്പം നമുക്ക് കിണറിനൊന്നും കോരണ്ട. പക്ഷെ എന്നാലും എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം തോന്നുമ്പോൾ നമ്മൾ പോയിട്ട് പിന്നെ കിണറിന് വെള്ളമൊക്കെ കോരി അന്നേരം തന്നെ കുടിക്കുന്ന വെള്ളത്തിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ചെയ്യും. പിന്നെ ലാസ്റ്റായപ്പോൾ അവളെ ഇടഞ്ഞ് തുടങ്ങിയിട്ട് മുടി വെട്ടാൻ സമ്മതിച്ചില്ല. അവസാനം ഞാൻ എടുത്തൊക്കെ പിടിക്കേണ്ടി വന്നു. പക്ഷേ ഈ പകുതിക്ക് വന്നപ്പോൾ എനിക്ക് ആ ഒരു സ്റ്റൈല് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ ചേട്ടനോട് പറയായിരുന്നു നമുക്ക് മഴയൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് അവളെ അങ്ങനെ വെട്ടിക്കാമെന്നൊക്കെ പറയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഒരു ബോയ്ക്കട്ട് പോലെയാണ് അവളെ അടിച്ചു വെച്ചേക്കുന്നത്. ഇവക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുടി വരും. അതാണ് ഇവളുടെ ഒരു മെയിൻ പ്രശ്നം. പെട്ടെന്ന് മുടി നമുക്കൊരു 2-3 ആഴ്ച കൊണ്ട് തന്നെ പെട്ടെന്ന് മുടി വരും. അപ്പോൾ പിന്നെയും വെട്ടിക്കേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഏപ്രിൽ ഒരു പകുതി ആകുമ്പോൾ ഒന്നുകൂടി വെട്ടിക്കേണ്ടി വരുമെന്ന്. അപ്പോൾ ഇതൊക്കെ ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി ഇടഞ്ഞ് തുടങ്ങി. പിന്നെ ഫ്രണ്ടിലൊക്കെ വെട്ടി നമ്മൾ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അവസാനം ആയപ്പോഴത്തേക്കും ഞാൻ എടുത്ത് പിടിക്കേണ്ടി വയ്ക്കുന്നു. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. എടുത്ത് കയ്യിൽ വെച്ച് ഞാൻ പിടിക്കേണ്ടി വന്നു. ചേട്ടൻ ഇങ്ങനെ തലയൊക്കെ പിടിച്ചു കൊടുത്തപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇവൾ ഇടഞ്ഞു തുടങ്ങി, ഇരുന്ന ആൾ എണീറ്റ് നിന്നൊക്കെ തുടങ്ങി. പക്ഷെ ആ ചേട്ടൻ നല്ല കോപ്പറേറ്റീവായിരുന്നു. അപ്പം നമുക്ക് നല്ലൊരു അഡ്ജസ്റ്റബിൾ ആയിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു മുടിയൊക്കെ വെട്ടിച്ച് അത്യാവശ്യം നല്ലൊരു രീതിയിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്തൊക്കെയോ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് മിഠായി വാങ്ങിച്ചു തരാം, ചോക്ലേറ്റ് വാങ്ങിച്ചു തരാം, ഐസ്ക്രീം വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാട്ടോ. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചു തരാം, അനങ്ങാണ്ടിരിക്കും, സൂത്രം വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിട്ടൊക്കെയാണ് ഇതൊക്കെ വെട്ടിക്കുന്നത് കേട്ടോ. എന്നാലും പുള്ളിക്കാരത്തി അടച്ചിലായിരുന്നു. അവസാനം ആയപ്പോഴത്തേക്ക് കരച്ചിലായി, ഇരിക്കാതായി. അങ്ങനെ ഞാൻ എടുത്ത് പിടിക്കേണ്ടി വന്നു. പിന്നെ വെട്ടിക്കഴിഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് അറിയാവുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു പുറത്ത്. ആ ചേട്ടനോടും വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ വായിലൊക്കെ മുടിയായിട്ടുണ്ടായിരുന്നു, അതൊക്കെ തുപ്പിക്കളഞ്ഞ് പോവാണ് കേട്ടോ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറിയിട്ട്. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് പോവുകയെന്ന് പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആളുടെ പരിപാടികളൊക്കെ ആയി. എന്നെ സമ്മതിക്കുന്നില്ല വീഡിയോ എടുക്കാനൊക്കെ. പൗഡർ ഇടലും പൊട്ടുവെക്കലൊക്കെ ആയി. അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തേത് വിശേഷങ്ങളൊക്കെ.